വല്ലതും താഴെ. അയ്യോ രാഘവന്റെ ബന്ധുക്കൾ ആരാണ്ട് വരുന്നുണ്ട്. അയ്യോ ആ പിച്ചക്കാരാ അയ്യോ ഒരുമാതിരി ചെറ്റവർത്താനം പറയരുതാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? പിന്നെ ആരാത്? അയ്യോ അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ. ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്ത് കെട്ടി നടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. ഇവനാ? നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? വടി പിടിച്ചതാ മെലിയാൻ വേണ്ടിയില്ല. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ചച്ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി രാഘവ, വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഈ തണ്ടിയല്ല, പിന്നെ കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്. അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടിയാട്ടെ, ഇവര് പിച്ചക്കാരല്ല. കണ്ടു പിച്ചത്ര ചട്ടിയെ കണ്ടു. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല, ഈ നാറി. ഓ, നാരി എവിടെയാ കിട്ടുവോ? ഓ, എന്റെ വല്ലപേട്ട നാരിയല്ല, നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. പേടിച്ചോ പേടിച്ചോ? കുളിര് പോരാൻ ചക്കിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. ഒഞ്ഞി പോടാറുണ്ട്. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരെ അനാവശ്യം പറഞ്ഞോളൂ. ലൈസൻസ് എടുക്കടാ. മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്കും ഞാൻ. പച്ചക്കുതിര. ഒരു കാര്യം ചോദിക്കാനാ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്ന? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി. ഇടിച്ചത് മുതുവത്താണെങ്കിലും കൊണ്ടതിന്റെ കൂമ്പിലാ. ഇങ്ങോട്ടാ. ഈ വടിയന്തിരടാ പാമ്പിനെ കൊല്ലാ. മാറിക്കടാ. ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഇനി ഇടിക്കരുത്, ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഇത് നമ്മുടെ നമ്പറാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്പർ ഈ നമ്പർ നിനക്ക് നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? സമയത്ത് ഓർമ്മ വരണ്ടേ? ഏതാടാ ഒരു മഞ്ഞ ആപ്സാരി? പടക്കോണെന്നാ തോന്നുന്ന കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ. അതിപ്പോ ഇന്നും മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്കിന്ത് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും?
ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലറല്ലേ, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ കൂടി ഉള്ളപ്പോഴാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ. ഞാനിവളെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. ചേട്ടാ പോലെ പുലിവാലായാല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. കേറിക്കോ, ആ വണ്ടിയുടെ പുറകിലേക്ക് കേറിക്കോ. ആ ശരി, ഓക്കെ. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും. ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? പാലിന്ന് വാങ്ങിച്ചോണ്ടാ. എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷമായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണ് തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണില്ല. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താടാ അച്ഛനെ കഴിഞ്ഞ? എന്നാ ഞാൻ കേട്ടെ. ആശാനെ പേർത്തിരിക്കണത് ഫാനില്ലല്ലോ. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ലേ ആശാനെ, കാശ് വല്ലതും കൊടുക്കണം. അയ്യോ, ഫ്രീ ആണ്. അയ്യോ, എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. ഇങ്ങനെ കലക്കാലക്കും.